സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം, സാക്ഷ്യജീവിതം സമാധാന ജീവിതം, സാക്ഷ്യജീവിതം എന്നും ശാന്ത ജീവിതം, സാക്ഷ്യജീവിതം സമാധാന ജീവിതം, സാക്ഷ്യജീവിതം എന്നും ശാന്ത ജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞ ലളിത ജീവിതം, ക്രിസ്തുവിന്റെ ഹൃദയമാർന്ന സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞ ലളിത ജീവിതം, ക്രിസ്തുവിന്റെ ഹൃദയമാർന്ന സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ പ്രതിഫലനമായ ജീവിതം, ക്രിസ്തുവിനു മഹത്വമേകും സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ പ്രതിഫലനമായ ജീവിതം, ക്രിസ്തുവിനു മഹത്വമേകും സാക്ഷ്യജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. നിത്യജീവനേകിടുന്ന സാക്ഷ്യജീവിതം, നിത്യതയിൽ പ്രതിഫലങ്ങളേകും ജീവിതം, നിത്യജീവനേകിടുന്ന സാക്ഷ്യജീവിതം, നിത്യതയിൽ പ്രതിഫലങ്ങളേകും ജീവിതം, സത്യസാക്ഷി വൃന്ദം ചുറ്റും നിൽക്കും ജീവിതം, പാപഭാരമാകെ നീക്കും ധീരജീവിതം, സത്യസാക്ഷി വൃന്ദം ചുറ്റും നിൽക്കും ജീവിതം, പാപഭാരമാകെ നീക്കും ധീരജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. ക്രിസ്തുവിന്റെ തിരുനിണത്താൽ കഴുകും ജീവിതം, ക്രിസ്തുവിന്റെ ഛായ നേടും സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ തിരുനിണത്താൽ കഴുകും ജീവിതം, ക്രിസ്തുവിന്റെ ഛായ നേടും സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ വരവിനായി നോക്കി പാർത്തിടും പ്രത്യാശയേറും ജീവിതമേ സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ വരവിനായി നോക്കി പാർത്തിടും പ്രത്യാശയേറും ജീവിതമേ സാക്ഷ്യജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം, സാക്ഷ്യജീവിതം സമാധാന ജീവിതം, സാക്ഷ്യജീവിതം എന്നും ശാന്ത ജീവിതം, സാക്ഷ്യജീവിതം സമാധാന ജീവിതം, സാക്ഷ്യജീവിതം എന്നും ശാന്ത ജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു.
ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോന പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 10-11 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതിനെ യഹോവ, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെക്കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നുന്നുവല്ലോ. എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചില്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. വലങ്കയ്യും ഇടങ്കയ്യും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചെല്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. 1,20,000 ചെല്ലുവാനും ജനങ്ങൾ, അവർക്ക് ഇടങ്കയ്യേത് വലങ്കയ്യേതെന്ന് തിരിച്ചറിഞ്ഞുകൂടാ. എന്താണ് അതിൻ്റെ അർത്ഥം? ഇടങ്കയ്യും വലങ്കയ്യും മനുഷ്യർക്ക് മനസ്സിലാകുമല്ലോ. എന്താണ് അതിൻ്റെ അർത്ഥം? ആ പാവപ്പെട്ട ജനം, അവർക്ക് സ്വർഗമേത് നരകമേതെന്ന് അറിഞ്ഞുകൂടാ, നന്മയേത് തിന്മയേത് എന്നും അറിഞ്ഞുകൂടാ. അവരുടെ ജീവിതത്തിൽ അവർക്ക് മനുഷ്യനാണ്, പക്ഷെ ബുദ്ധിയുണ്ട്, എന്നാൽ വിശേഷ ബുദ്ധി നഷ്ടപ്പെട്ടതുപോലെ. നന്മ തിന്മകൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ദൈവമുണ്ടോ പിശാചുണ്ടോ അവർക്കതൊരു ചിന്താവിഷയമല്ല. ദൈവമുണ്ടോ സാത്താനുണ്ടോ അതവർ ചിന്തിച്ചിട്ടില്ല, അവരാലോചിച്ചിട്ടില്ല, അവരെ കുറിച്ച് ഗവനിച്ചിട്ടില്ല. സ്വർഗം നരകം, ദൈവം സാത്താൻ എന്നിങ്ങനെയുള്ളതൊന്നും അവരുടെ ചിന്താമണ്ഡലത്തിൽ പ്രവേശിച്ചിട്ടില്ല. ഇടം കൈയും വലം കൈയും തിരിച്ചറിഞ്ഞുകൂടാ. ദൈവത്തിന് ഇവരെക്കുറിച്ച് അയ്യോഭാവം തോന്നുന്നതെന്നാണ് പറയുന്നത്. യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ ആകമാന സന്ദേശം അതുതന്നെയാണ്. ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹം, ജനത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കനിവും ആർദ്രതയും മനസ്സലിവും, മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകുന്നുള്ളതായ ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം വ്യസനിക്കുന്നത്, നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യനെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വ്യസനം, അതാണ് യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ കാതലായ സന്ദേശം. 4 അധ്യായമുള്ള ഈ പുസ്തകത്തിൽ 1-ാം അധ്യായം പ്രവാചകൻ്റെ അനുസരണക്കേടാണ്. ഡിസൊബീഡിയൻസ് ഓഫ് ദ പ്രോഫറ്റ്, പ്രവാചകൻ്റെ അനുസരണക്കേടാണ് അതിലെ മുഖ്യ വിഷയം. 2-ാം അധ്യായത്തിൽ പ്രവാചകനെ ദൈവം വിടുവിക്കുന്നതാണ് അതിൽ കാണുന്നത്. ഡെലിവറൻസ് ഓഫ് ദ പ്രോഫറ്റ്, പ്രവാചകനെ ദൈവം വിടുവിക്കുന്നു. 3-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ദൂത് പ്രസ്താവിക്കുന്ന പ്രവാചകനെയാണ് കാണുന്നത്. ഡിക്ലറേഷൻ ഓഫ് ദ മെസ്സേജ് ഓഫ് ഗോഡ്, പ്രവാചകൻ ദൈവത്തിൻ്റെ ദൂത് പ്രസ്താവിക്കുന്നു. 4-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ അസ്വസ്ഥനാകുന്ന, സന്തോഷരഹിതനാകുന്ന പ്രവാചകനെ കാണുന്നു. ഡിസ്പ്ലഷർ ഓഫ് ദ പ്രോഫറ്റ്, പ്രവാചകൻ്റെ ഡിസ്പ്ലഷർ, അസന്തുഷ്ടി. പ്രവാചകനെ സന്തോഷിക്കാൻ കഴിയുന്നില്ല. പ്രവാചകൻ സന്തോഷിക്കാത്തപ്പോഴും ജനം അനുഭവിക്കുന്നതിൽ ദൈവം സന്തോഷിക്കുന്നു. ദൈവപുരുഷൻ സന്തോഷിക്കാത്തപ്പോഴും ജനത്തിൻ്റെ മാറ്റത്തിൽ ദൈവം സന്തോഷിക്കുന്നു. ജനത്തിന് ശിക്ഷ വരാതിരിക്കുന്നതിൽ ദൈവം സന്തോഷിക്കുന്നു. 3-ാം അധ്യായത്തിൻ്റെ അവസാനം യോനാ പ്രവാചകൻ ജനത്തിന് എന്ത് സംഭവിക്കും എന്ന് നോക്കിയപ്പോൾ ജനത്തിൻ്റെ മേൽ നിന്ന് അനർത്ഥം മാറുന്നത് പ്രവാചകൻ കണ്ടു. പക്ഷേ പ്രവാചകന് തൃപ്തിയാകുന്നില്ല. ഇനിയും എന്തെങ്കിലും അപകടം വരുമെന്നൊരു പ്രതീക്ഷ പ്രവാചകന്, ജനത്തിന് നാശം വരുമെന്നൊരു പ്രതീക്ഷ. അതാണല്ലോ ദൈവം കൊടുത്ത വചനം, അതാണല്ലോ പ്രവാചകൻ നാവിൽ കൂടി വന്ന വചനം. അതുകൊണ്ട് ജനത്തിന് നാശം വരും ഒരു പ്രതീക്ഷയോടുകൂടി പ്രവാചകൻ അങ്ങ് കിഴക്കേ ഭാഗത്ത്, നഗരത്തിൻ്റെ കിഴക്കേ ഭാഗത്ത് പോയി ഇരിക്കുകയാണ്. കുറേ ദൂരെ മാറി നഗരത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണാൻ അത് വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. 4-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ നാം കാണുന്നതാണ്. പ്രവാചകൻ നഗരം വിട്ട് ചെന്ന് നഗരത്തിൻ്റെ കിഴക്കേ വശത്ത് ഇരുന്നു. അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിന് എന്ത് ഭവിക്കുമെന്ന് കാണുവോളം അതിന് കീഴേ തണലിൽ പാർത്തു. ഇപ്പോൾ തൽക്കാലം അനർത്ഥം മാറിയതായി കണ്ടെങ്കിലും ഇനിയും ജനത്തിന് അനർത്ഥം വന്നേക്കും എന്നൊരു പ്രതീക്ഷ പ്രവാചകനുണ്ട്. പ്രിയപ്പെട്ടവരെ, സ്നേഹം തിന്മ പ്രതീക്ഷിക്കുന്നില്ല. പ്രവാചകന് സ്നേഹമില്ലാതെ പോയി. സ്നേഹം ആർക്കും തിന്മ പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് ആരോടെങ്കിലും
സ്നേഹമുണ്ടെങ്കിൽ ആ ആൾക്ക് ഒരു പ്രയാസം വരുന്ന കാര്യം നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയില്ല. ആ ആൾക്ക് ഒരു ദോഷം വരുന്ന കാര്യം നമുക്ക് ചിന്തിക്കാൻ കഴിയുകയില്ല. വാസ്തവമായ സ്നേഹമാണോ എന്ന് പരിശോധിക്കാൻ ഇത് പറ്റിയതായൊരു ഉരകല്ലാണ്, പറ്റിയതായൊരു മാനദണ്ഡമാണ്. നിങ്ങൾക്ക് ചിന്തിക്കാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ദോഷം വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പിടയുന്നുണ്ടോ? ആർക്കെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ വലിയ വേദനയും പ്രയാസവും വിഷമവും വരുന്നുണ്ടോ? നേരെ മറിച്ച് ആർക്കെങ്കിലും സന്തോഷം വരുമ്പോൾ നിങ്ങൾക്ക് ആ സന്തോഷത്തിൽ പങ്കുചേരാൻ സാധിക്കുന്നുണ്ടോ? സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുകയും കരയുന്നവരോടെ കരയുകയും ചെയ്യുവിൻ എന്ന് തിരുവചനം പറയുന്നു. റോമർ ലേഖനം 12-ാം അധ്യായത്തിലാണ് ഇത് പറയുന്നത്. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോട് കരയുകയും ചെയ്യുവീൻ. സ്നേഹമാണെങ്കിൽ സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കാൻ സാധിക്കും. പ്രവാചകൻ പ്രതീക്ഷിക്കുന്നു അവർക്ക് എന്തെങ്കിലും ദോഷം വരുമെന്ന്. സഹോദരങ്ങളെ, ആർക്കും ദോഷം കരുതാത്തതായ സ്നേഹം, ആർക്കും ദോഷം പ്രതീക്ഷിക്കാത്തതായ സ്നേഹം, എൻ്റെ ദൈവമേ ആർക്കും ദോഷം വരില്ലേ എന്ന് ആഗ്രഹിക്കുന്നതായ സ്നേഹം, ആരെയും മുറിപ്പെടുത്താത്തതായ സ്നേഹം, ആരുടെയും ഉള്ളത്തിൽ നോവ് വരുത്താത്തതായ സ്നേഹം. ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം ചോദിക്കട്ടെ, നിങ്ങൾ ഒന്ന് ചിന്തിക്കുമോ? നിങ്ങൾ മൂലം ആർക്കെങ്കിലും മുറിവുണ്ടായിട്ടുണ്ടോ? ശരീരത്തിൽ പക്ഷേ മുറിവുണ്ടായിട്ടില്ല, മനസ്സിൽ മുറിവുണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ ഒരു വാക്ക് മൂലം ആരുടെയെങ്കിലും ഹൃദയം വ്രണപ്പെട്ടിട്ടുണ്ടോ? ഒരുപക്ഷെ അമ്മയുടെ ഹൃദയമാകാം, അപ്പൻ്റെ ഹൃദയമാകാം, ഭാര്യയുടെ ഹൃദയമാകാം, അല്ല ഭർത്താവിൻ്റെ ഹൃദയമാകാം, മക്കളുടെ ഹൃദയമാകാം. സ്നേഹിതരെ, ഞാൻ വായിച്ചു, ഒരു സ്ഥലത്ത് യുവാക്കന്മാരുടെ യോഗം നടക്കുകയായിരുന്നു, ചെറുപ്പക്കാരുടെ യോഗം. അവരുടെ മാത്രം ഒരു സമ്മേളനം, ആത്മീയമായ സമ്മേളനമാണ്. വചനം പറയുന്നയാൾ അദ്ദേഹം വചനം പറഞ്ഞു തുടങ്ങി. അദ്ദേഹം വചനം പറഞ്ഞപ്പോൾ ചോദിച്ചു, ഇവിടെ അപ്പൻ്റെ സ്നേഹം കിട്ടാത്ത ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? കുറേയേറെ യുവാക്കന്മാരുള്ള ഒരു സമ്മേളനമായിരുന്നത്. സ്വന്തം അപ്പൻ്റെ സ്നേഹം കിട്ടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അദ്ദേഹം ചോദിച്ചിട്ട് നോക്കുമ്പോഴുണ്ട്, അവിടെ ഇരുന്നു കൊണ്ട് ഓരോരുത്തർ വിതുമ്പുന്നു, ഏങ്ങലടിക്കുന്നു. ഓരോരുത്തർ, ഒരാളല്ല, പലരും പല ഭാഗങ്ങളിലിരുന്ന് ഏങ്ങലടിക്കുന്നു. യുവാക്കന്മാർ മാത്രമുള്ളൊരു സമ്മേളനമാണ്. ആ ചെറുപ്പക്കാരിൽ നല്ലൊരു ഭാഗം ഇരുന്ന് കരയുന്നു. അപ്പൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല, അപ്പൻ്റെ വാത്സല്യം കിട്ടിയിട്ടില്ല, അപ്പൻ്റെ കരുണയുള്ള ഒരു ആർദ്രതയുള്ള വാക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരു മധുരമായ പെരുമാറ്റം കിട്ടിയിട്ടില്ല. ഉള്ളു നോവുന്നു, ഹൃദയത്തിൽ വ്രണപ്പെട്ടിരിക്കുന്നു. അന്ന് ആ സുവിശേഷകൻ അവരോട് പ്രസംഗിച്ചു, സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നവർക്ക് സ്നേഹത്തിൻ്റെ ഒരു മാർമിക സ്ഥാനമുണ്ട് എന്ന്, സ്നേഹം വെളിപ്പെടുന്നൊരു സ്ഥലമുണ്ട് എന്ന്. അത് ഗോകുൽത്തായിലെ കുരിശാണ് എന്ന് കാണിച്ചു കൊടുത്തു. കുരിശിൻ്റെ ചുവട്ടിൽ ഈ സ്നേഹം കിട്ടുമെന്ന് പറഞ്ഞു കൊടുത്തു. അന്ന് അവിടെ കൂടിയിരുന്ന് അനേകം പേര് ജീവിതം കർത്താവിന് സമർപ്പിച്ചു. അവരുടെ ഹൃദയത്തിലെ വ്രണങ്ങൾ അതെല്ലാം മാറി സൗഖ്യത്തോടെ മനസ്സുഖത്തോടെ അവർ എഴുന്നേറ്റു എന്ന് ഞാൻ വായിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെയെങ്കിലും മുറിപ്പെടുത്തിയിട്ടുണ്ടോ? ആർക്കെങ്കിലും സ്നേഹം കൊടുക്കേണ്ടടുത്ത് കൊടുക്കാതെ പോയിട്ടുണ്ടോ? നിങ്ങളിൽ നിന്ന് സ്നേഹം കിട്ടാതെ ആരെങ്കിലും സ്നേഹത്തിന് വേണ്ടി വറുതി പൂണ്ട് വലയുവാൻ ഇടയായിട്ടുണ്ടോ? നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളുടെ സ്നേഹം കിട്ടിയിട്ടുണ്ടോ? നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ സ്നേഹം കിട്ടിയിട്ടുണ്ടോ? മാതാപിതാക്കൾക്ക് നിങ്ങളുടെ സ്നേഹം കിട്ടിയിട്ടുണ്ടോ? വ്രണപ്പെടുത്താനിട വരരുത്. ആരുടെയും ഹൃദയം വ്രണപ്പെടാനിട വരരുത്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ശാന്തമായി നിങ്ങൾ ചിന്തിക്കൂ, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ആരെയും വ്രണപ്പെടുത്താനിട വരാതെ എല്ലാവരുടെയും ഹൃദയത്തെ സാന്ത്വനപ്പെടുത്തുന്ന ഒരാളത്വമാക്കി എന്നെ മാറ്റണമേ എന്ന് നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കൂ. കർത്താവേ, ഞാൻ മൂലം ആരുടെയും ഹൃദയം വ്രണപ്പെടാനിടയാകല്ലേ. എൻ്റെ ഒരു വാക്ക് മൂലം ആരുടെയും ഹൃദയത്തിൽ നൊമ്പരം തട്ടാനിട വരല്ലേ. എൻ്റെ കർത്താവേ, ആരുടെയും ഹൃദയത്തിൽ സ്ഥായിയായൊരു വ്രണമുണ്ടാകാൻ, മുറിവുണ്ടാകാൻ എൻ്റെ ഒരു പെരുമാറ്റം കാരണമാകല്ലേ. കർത്താവേ, വന്നതെല്ലാം വന്നു, നീ എനിക്ക് ക്ഷമിച്ചു തരണമേ. കർത്താവേ, ഇനിമേൽ മറ്റുള്ളവർക്ക് സാന്ത്വനം പകരുന്നൊരു വ്യക്തിയായി, ആശ്വാസം പകരുന്നൊരു വ്യക്തിയായി എൻ്റെ വാക്കുകൊണ്ടും എൻ്റെ പ്രവൃത്തി കൊണ്ടും എൻ്റെ പെരുമാറ്റം കൊണ്ടും മറ്റുള്ളവർക്ക് കർത്താവെ വ്രണങ്ങൾ ശമിപ്പിക്കുന്ന, വ്രണങ്ങൾ പൊറുപ്പിക്കുന്ന ഒരു വ്യക്തിയായി ജീവിപ്പാൻ ഞാൻ എന്നെ സമർപ്പിക്കും. നിങ്ങൾ പറയൂ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ സമർപ്പിക്കൂ. യോനാ പ്രവാചകൻ്റെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ ആർദ്രത ഉണ്ടായിരുന്നില്ല, സ്നേഹത്തിന് കനിവുണ്ടായിരുന്നില്ല. എന്നാൽ അവിടെ കാണുന്നൊരു പ്രത്യേകതയുണ്ട്.
ഇങ്ങനെ സ്നേഹമില്ലാത്ത മനുഷ്യനാണെങ്കിലും ആ മനുഷ്യനെ ദൈവം ഉപയോഗിച്ചു. ഈ യോനാ പ്രവാചകനെ ദൈവം ഉപയോഗിച്ചു. യോനാ പ്രവാചകൻ നാവിൽ കൂടിയുള്ള വചനം കൊണ്ട് 1,20,000 ചെല്ലുവാനും ജനത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ദൈവം ഈ പ്രവാചകനെ ഉപയോഗിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൈകളിൽ ഒന്ന് ഉപയോഗിക്കപ്പെടുക അതൊരു ഭാഗ്യമാണ്, അതൊരു പദവിയാണ്. ഒരു പക്ഷേ ഞാൻ വിചാരിക്കുന്നു, എൻ്റെ മാനുഷികമായ ചിന്തയാണ്, ദൈവത്തിൻ്റെ കൈകളിൽ അങ്ങനെ ഉപയോഗപ്പെടുന്നത് തന്നെ വാസ്തവത്തിൽ നമുക്ക് ഒന്ന് അനുദപിക്കാനും നമുക്ക് മനംതിരിയാനും കിട്ടുന്ന ഒരു വിശേഷ അവസരമാണെന്ന്. കർത്താവിന് വേണ്ടി ഒരു സാക്ഷ്യം പറയാൻ നിങ്ങൾക്കിടയായോ? യേശുവിന് വേണ്ടി ഒന്ന് വചനം പറയാനിടയായോ? യേശുവിൻ്റെ നാമത്തിൽ ആരെങ്കിലും ഉപദേശിപ്പാനിടയായോ? നിങ്ങൾക്ക് തന്നെ അത് നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാം. കാരണം ദൈവത്തിൻ്റെ വചനം ഇരുവായത്തിലുള്ള വാളാണ്. അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. നിങ്ങളൊരാളെ ഉപദേശിക്കുമ്പോൾ അത് നിങ്ങൾക്കും പ്രയോജനം ചെയ്യും. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധി മജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. എൻ്റെ ഒരു വാക്ക് മൂലം ആരെങ്കിലും ഹൃദയത്തിൽ വ്രണം തട്ടാൻ ഇടയായിട്ടുണ്ടോ? കർത്താവേ, ആ വ്രണം ആശ്വസിപ്പിക്കാൻ, ആ വ്രണം പൊറുപ്പിക്കാൻ കർത്താവേ, എൻ്റെ കണ്ണുനീരവിടെ വീഴ്ത്താൻ ഞാൻ തയ്യാറാണ്. നിങ്ങളും പറയൂ, ഞാനും പറയട്ടെ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ നിങ്ങളിൽ നിന്ന് മാറി നിന്ന് ഉയർന്നു നിന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. ഞാനും എന്നെ തന്നെ ശോധന ചെയ്യുകയാണ്, എന്നെ തന്നെ പരിശോധിക്കുകയാണ്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ പെരുമാറ്റം കൊണ്ട്, എൻ്റെ ഒരു വാക്കുകൊണ്ട് ആർക്കെങ്കിലും നൊമ്പരം തട്ടിയിട്ടുണ്ടോ? ആർക്കെങ്കിലും ദോഷം തട്ടിയിട്ടുണ്ടോ? ആർക്കെങ്കിലും പ്രയാസം വന്നിട്ടുണ്ടോ? കർത്താവേ, ആ വ്രണം എൻ്റെ കണ്ണുനീര് കൊണ്ട്, അനുതാപത്തിൻ്റെ കണ്ണുനീര് കൊണ്ട് ആ വ്രണം പൊറുപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. കർത്താവേ, ഞാനിതാ തിരുമുൻപാകെ വീഴുന്നു. നിങ്ങൾക്ക് സമർപ്പിക്കാം, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, നിങ്ങൾ വരുത്തിയ വ്രണങ്ങളെ നിങ്ങൾക്ക് പൊറുപ്പിക്കാം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. യോനാ പ്രവാചകൻ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, അത് ആളുകൾക്ക് പ്രയോജനമായി. പക്ഷേ പ്രവാചകന് നഷ്ടം തന്നെയായിരുന്നു. പ്രവാചകൻ ആൾ മാറിയില്ല. പ്രവാചകൻ ആ വചനം പ്രയോജനപ്പെട്ടില്ല. പ്രവാചകൻ ആൾ മാറിയില്ല. അതുകൊണ്ടാണ് ദൈവം അവസാനം പറയുന്നത്, സങ്കടത്തോടെയാണ് കർത്താവ് പറയുന്നത്. എന്താണ് പറയുന്നത്? വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചെല്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് ദൈവം ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മഹാനഗരമായ നിനവയോട് അയ്യോഭാവം തോന്നുന്നു. യോനാ പ്രവാചകൻ ഇവിടെ കരഞ്ഞത് എന്തിനു വേണ്ടിയാണ്? കോപിച്ചത് എന്തിനു വേണ്ടിയാണ്? നീരസപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? പരിഭവിച്ചത് എന്തിനു വേണ്ടിയാണ്? ഒരാവണൊക്കെ ഉണങ്ങിപ്പോയി. ഇന്നുണ്ടായി, അത് വളർന്നു, നല്ല തണലുണ്ടായി, പെട്ടെന്നാണ് വളർന്നു പൊങ്ങിയത്. അത് ദൈവം കൽപ്പിച്ചുണ്ടാക്കിയതാണെന്നും യോനാ പ്രവാചകൻ ചിന്തിക്കുന്നില്ല. ദൈവം തന്നിട്ടേ അനുഗ്രഹങ്ങളുള്ളൂ, ദൈവം തരാതെ ഒരു അനുഗ്രഹവുമില്ല എന്ന് ചിന്തിക്കാനുള്ളതായി വിവേകമോ അതിനുള്ളതായി വിശേഷബുദ്ധിയോ യോനാ പ്രവാചകനില്ല. ദൈവം തന്നതാണ്. ആവണക്ക വളർന്നു വന്നു, പെട്ടെന്ന് അതിന് കൊമ്പുകളുണ്ടായി. ഇതെന്താ അതിശയമെന്ന് യോനാ പ്രവാചകൻ ചിന്തിച്ചില്ല. പെട്ടെന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് ആവണക്കങ്ങ് വളരുന്നു, അതിന് കൊമ്പ് വിടരുന്നു, അതിലെ ഇലകളുണ്ടാകുന്നു, ഇലച്ചിലയിൽ ഒരു തണലുണ്ടാകുന്നു. ഈ തണലിൽ യോനാ പ്രവാചകൻ ഇരിക്കുന്നു. ഇതെങ്ങനെ ഉണ്ടായി എന്നൊന്നും യോനാ പ്രവാചകൻ ചിന്തിക്കുന്നില്ല. പ്രവാചകൻ അതൊന്നും ചിന്താവിഷയമല്ല. ദൈവം തന്നതാണ്, എനിക്ക് വേണ്ടി ദൈവം തന്നതാണ്. ആ ചിന്തയൊന്നും പ്രവാചകനില്ല. പ്രവാചകൻ തണലിലിരുന്ന് സുഖമായിരുന്നു കൊണ്ട് പട്ടണത്തിന് എന്തു വരും, നഗരത്തിന് എന്ത് സംഭവിക്കുമെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ ഒരു പുഴു വന്നു, ആ ആവണക്ക് കുത്തിക്കളഞ്ഞു, ആവണക്ക് ഉണങ്ങിപ്പോയി. പ്രവാചകന് ദേഷ്യം വന്നു. അപ്പോഴാണ് പ്രവാചകൻ കോപിച്ചത്. ദൈവം പറയുകയാണ്, നീ അധ്വാനിച്ചില്ല, നീ വളർത്തിയില്ല, അങ്ങനെ ഒരു രാത്രിയിൽ ഉണ്ടായി വന്നു, ഒരു രാത്രിയിൽ നശിച്ചു പോയി. ആ ആവണക്കനെക്കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നുന്നുണ്ടല്ലോ, നിനക്ക് പ്രയാസം തോന്നുന്നുണ്ടല്ലോ. അതെന്താണ്? ആവണക്ക് നഷ്ടപ്പെട്ടതിലല്ല നിൻ്റെ അയ്യോഭാവം, നിൻ്റെ തണൽ പോയതിലാണ് നിൻ്റെ അയ്യോഭാവം. ദൈവവൈദ്യരെ നീ ഓർത്തുകൊള്ളൂ. നിൻ്റെ ജീവിതത്തിൽ നീ പലതിനെക്കുറിച്ചും അപരാധിപ്പെടുന്നത് ഒരു സ്വയത്തിൽ നിന്നാണ്. സെൽഫ് സെൻറ്റേഡ്നെസ് എന്ന് കഴിഞ്ഞൊരവസരത്തിൽ പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. സ്വയകേന്ദ്രീകൃതമായ ജീവിതമായതുകൊണ്ടാണ് നിനക്ക് പ്രയാസം വരുന്നത്, നിനക്ക് പരിഭവം വരുന്നത്. നിൻ്റെ സ്വന്തം നന്മയാണ് നീ നോക്കുന്നുള്ളൂ, മറ്റൊന്നും നീ ചിന്തിക്കുന്നില്ല. 1,20,000 ചെല്ലുവാനും ജനത്തിൻ്റെ യാതനയും വേദനയും ദുരിതവും നാശവും അപകടവും നീ ചിന്തിക്കുന്നില്ല. അത് നിനക്ക് വിഷയമല്ല. നിൻ്റെ സ്വന്തം നിലനിൽപ്പ്, നിൻ്റെ സ്വന്തം സുഖം,
നിൻ്റെ സ്വന്തം തണല് നിനക്ക് സുഖമായിരിക്കണം, അത് മാത്രമേ നീ ചിന്തിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ആവണക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നുന്നത്. ദൈവം അത് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അത് നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെക്കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നുന്നുവല്ലോ. എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 1,20,000 ചെല്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ടവരെ, കരുണയുള്ള കർത്താവിൻ്റെ സ്നേഹം യോനാപ്രവാചകനെ ഉണർത്താൻ അധ്വാനിക്കുകയാണ്. സന്തോഷകരമായ മറ്റൊരു കാര്യം കൂടി ഞാൻ ചേർത്ത് പറയാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ യോനാപ്രവാചകൻ്റെ പേര് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ നാവിലെടുക്കുന്നുണ്ട്. ഇവിടെ ഇതാ യോനയിലും വലിയവനെന്ന് കർത്താവ് പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ യോനാപ്രവാചകനെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്. 38-ാം വാക്യം മുതൽ വായിക്കാം. അപ്പോൾ ശാസ്ത്രിമാരിലും പരീശന്മാരിലും ചിലർ അവനോട്, ഗുരു, നീ ഒരു അടയാളം ചെയ്ത് കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നുവെന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. യോനാപ്രവാചകൻ്റെ അടയാളമല്ലാതെ അതിനടയാളം ലഭിക്കയില്ല. യോനാപ്രവാചകൻ്റെ അടയാളമല്ലാതെ ദോഷവും വ്യഭിചാരവുമുള്ള തലമുറയ്ക്ക് അടയാളം ലഭിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും. 3 രാവും 3 പകലും യോനാപ്രവാചകൻ കടലാനയുടെ വയറ്റിൽ ഇരുന്നതുപോലെ കർത്താവായ യേശുക്രിസ്തു 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും. നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനായുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇതാ ഇവിടെ യോനയിലും വലിയവൻ. ഇവിടെ ഇതാ യോനയിലും വലിയവൻ. കരുണയുള്ള കർത്താവ് പറയുകയാണ് യോനാപ്രവാചകൻ്റെ അടയാളം. യോനാപ്രവാചകൻ്റെ അടയാളം എന്താണ്? യോനാപ്രവാചകൻ മരിച്ചതുപോലെയായി തീർന്നു. അങ്ങ് കടലിലേക്ക് തള്ളപ്പെട്ടു. കടലിൽ തള്ളപ്പെട്ടു. മഹാമത്സ്യത്തിൻ്റെ വയറ്റിലായി. മാത്രമല്ല, യോനാപ്രവാചകൻ മഹാമത്സ്യത്തിൻ്റെ വയറ്റിൽ അടക്കപ്പെട്ടതുപോലെ, അവിടെ യോനാപ്രവാചകൻ്റെ ശവസംസ്കാരം കഴിഞ്ഞതുപോലെ മഹാമത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു. യോനാപ്രവാചകൻ ഉയർത്തെഴുന്നേറ്റ് വരുന്നത് പോലെ ആ മഹാമത്സ്യത്തിനും യോനാപ്രവാചകൻ കടലിൻ്റെ തീരത്ത് ഛർദ്ദിച്ചു. യോനാപ്രവാചകൻ എഴുന്നേറ്റ് നടന്ന് ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു. ഒരു മരണം, ഒരടക്കം, ഒരു ഉയർത്തെഴുന്നേൽപ്പ്. ഒരു മരണം, ഒരു ശവസംസ്കാരം, ഒരു ഉയർത്തെഴുന്നേൽപ്പ്. കരുണയുള്ള കർത്താവ് പറഞ്ഞു, യോനാപ്രവാചകൻ്റെ അടയാളമല്ലാതെ ഈ തലമുറയ്ക്ക് അടയാളം ലഭിക്കുകയില്ല. എന്താണ് ഈ പറഞ്ഞത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ കരുണയുള്ള കർത്താവിൻ്റെ നാവിൽ ഈ യോനായുടെ പേര് വരികയാണ്. എന്താണത് സൂചിപ്പിക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലായോ? എൻ്റെ കർത്താവ്, ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഞാൻ ചിന്തിച്ചു. ഇതിൻ്റെ ആശയം എന്താണ് ഇതിൻ്റെ സ്പിരിച്വൽ ഇംപ്ലിക്കേഷൻ, ആത്മീയമായ ഇതിൻ്റെ നിഗൂഢാർത്ഥം എന്താണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി, യോനാപ്രവാചകൻ്റെ പുസ്തകത്തിൽ യോന അനുദപിച്ചതായി കാണുന്നില്ല. എന്നാൽ ജീവനുള്ള ദൈവത്തിൻ്റെ അനന്തമായ കൃപ അനന്തരകാലത്ത് യോനാപ്രവാചകൻ അനുതാപത്തിലേക്ക് നടത്തി എന്നാണ് എനിക്ക് മനസ്സിലായത്. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം യോനായെ ഉണർത്തി. എനിക്ക് 1,20,000 ചെല്ലുവാനും ജനങ്ങളുള്ള മഹാനഗരമായ നിനവയെക്കുറിച്ച് അയ്യോഭാവം തോന്നരുതോ എന്ന് പറഞ്ഞ ആ വചനം അസ്ത്രം പോലെ യോനായുടെ ഉള്ളത്തിലേക്ക് കടന്നു. ജനത്തെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ സ്നേഹവും ദാഹവും യോനാപ്രവാചകൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു. യോന അനുദപിച്ചു. അതുകൊണ്ടത്രേ കരുണയുള്ള കർത്താവിൻ്റെ നാവിൽ യോനായുടെ ആ പേര് വന്നത്, ആ പേര് പ്രസ്താവിച്ചത്. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ധനവാന്റെയും ലാസറിൻ്റെയും സംഭവം കർത്താവ് പറയുമ്പോൾ അവിടെ ആ ധനവാൻ്റെ പേര് പറയുന്നില്ല. ദരിദ്രനായ ലാസറിൻ്റെ പേര് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ധനവാൻ്റെ പേര് പറയാത്തത്? കർത്താവിന് നാവിൽ ആ പേര് പറയാൻ നിർവാഹമില്ല. ധനവാൻ ദൈവരാജ്യത്തിലെത്തുന്നില്ല. അവൻ ദൈവരാജ്യത്തിലെത്തിയില്ല. ആ സംഭവത്തിൽ നാം കാണുന്ന ധനവാൻ അവൻ പാതാളത്തിൽ യാതന അനുഭവിക്കുകയാണ്. അങ്ങനെയുള്ളവൻ്റെ പേര് കർത്താവ് പറയുകയില്ല. അവിടെ ദൈവരാജ്യത്തിൽ അബ്രഹാം പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ലാസറിൻ്റെ പേര് മാത്രമേ കർത്താവ് പറയുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സെക്കൻഡ് നിങ്ങൾ ചിന്തിക്കൂ. കർത്താവേ, നിൻ്റെ നാവിൽ എൻ്റെ പേര് വരത്തക്കവണ്ണം, നിൻ്റെ ഹൃദയത്തിൽ
എൻ്റെ പേര് വരത്തക്കവണ്ണം, നിൻ്റെ ഉള്ളിൽ എൻ്റെ പേര് വരത്തക്കവണ്ണം എന്നെ നിനക്ക് പ്രിയങ്കരനാക്കി മാറ്റണമേ. നാഥ, എൻ്റെ പേര് നീ പ്രസ്താവിക്കത്തക്കവണ്ണം എന്നെ നിനക്ക് പ്രിയപ്പെട്ടവനാക്കി തീർക്കണമേ. എൻ്റെ ദൈവമേ, എൻ്റെ പേര് മാലാഖമാർക്ക് നീ പരിചയപ്പെടുത്തി കൊടുക്കത്തക്കവണ്ണം എൻ്റെ പേര് നിൻ്റെ സന്നിധിയിൽ അറിയപ്പെടണമേ. നാഥ, എന്നെ നീ സ്വീകരിക്കണമേ. ഇത്രയും കാലം എൻ്റെ പേര് മാലാഖമാർക്ക് പരിചയമില്ല. ഇത്രയും കാലം യേശുവേ എൻ്റെ പേര് നിൻ്റെ നാവിലെടുപ്പാൻ നിർവാഹമില്ല. ഇത്രയും കാലം സാത്താൻ്റെ അവകാശത്തിൽ ഞാൻ ജീവിച്ചു പോയി. പൈശാചികന് അവകാശം പറയുന്നതിനായി ഞാൻ ജീവിച്ചു പോയി. അനേകം പാവങ്ങൾ എന്നിൽ വന്നുപോയി. കർത്താവ്, അഹങ്കാരത്തിൻ്റെ അടിമയായി ഞാൻ ജീവിച്ചു. കരുണയുള്ള കർത്താവ്, ഇത്രയും കാലം കോപത്തിൻ്റെ അടിമയായി ഞാൻ ജീവിച്ചു. ഇത്രയും കാലം മത്സരത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും പകയുടെയും വിദ്വേഷത്തിൻ്റെ അടിമയായി ഞാൻ ജീവിച്ചു. ഇത്രയും കാലം മുൻവിധിയുള്ളവനായി ഞാൻ ജീവിച്ചു. എൻ്റെ കരുണയുള്ള കർത്താവേ, നിൻ്റെ വചനത്തെ മാനിക്കാത്തവനായി ഞാൻ ജീവിച്ചു. ഇത്രയും കാലം ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. എന്നാൽ കർത്താവേ, ഇന്ന് എൻ്റെ പേര് നിൻ്റെ നാവിലെടുക്കത്തക്കവണ്ണം, നിൻ്റെ നാവിൽ നീ ഉച്ചരിക്കത്തക്കവണ്ണം കർത്താവേ, എൻ്റെ പേര് നിൻ്റെ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതണമേ. നിൻ്റെ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുന്ന ഏവനുമാണല്ലോ നിൻ്റെ സന്നിധിയിൽ അറിയപ്പെടുന്നത്, സ്വീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നിൻ്റെ ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേരെഴുതണമേ കർത്താവേ. ഞാനിതാ എന്നെ നിൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. കുരിശിൻ ചുവട്ടിലേക്ക് എന്നെ ഏൽപ്പിക്കുന്നു. കുരിശിൽ ഒഴുകിയതായ ആ തിരുരക്തം ഇപ്പോൾ എന്നെ കഴുകണമേ. നാളതുവരെ തന്നുപോയ പാപങ്ങളൊക്കെയും കഴുകിത്തരണമേ. സകല ശാപങ്ങളും മാറ്റിത്തരണമേ. സകല ബന്ധനങ്ങളും അഴിച്ചു തരണമേ. സകല ദോഷങ്ങളും നീക്കിത്തരണമേ കർത്താവേ. തിരുരക്തത്താൽ എന്നെ മുദ്രയിടണമേ. എൻ്റെ സ്വാർത്ഥതയും എൻ്റെ അഹങ്കാരവും എന്നെ മാറ്റിത്തരണമേ. എൻ്റെ ദൈവമേ, എൻ്റെ അവയവങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ. എന്നെ നീ വിശുദ്ധീകരിച്ച് നിൻ്റെ മകനാക്കി തീർക്കണമേ, നിൻ്റെ മകളാക്കി തീർക്കണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. ദൈവം തൻ്റെ തിരുനാവിൽ എൻ്റെ നാമം എടുക്കുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ പേര് എഴുതപ്പെടത്തക്കവണ്ണം ഇന്നെനിക്ക് ഭാഗ്യം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ സമർപ്പിക്കൂ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ സ്വർഗീയ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ജീവൻ്റെ പുസ്തകത്തിൽ അടിയങ്ങളുടെ പേരെഴുതുവാൻ തിരുമനസ്സായതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരെയും തൃക്കര നീട്ടി ആശീർവദിക്കണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ.